അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ്? വാഗേരിയിൽ പ്രജീഷിന്റെ മരണത്തിന് 10ാം നാൾ നരഭോജി കടുവ കെണിയിലായി. മൃതദേഹം കിടന്നിരുന്ന കൂടല്ലൂർ കോളനിക്കവലയിലെ തോട്ടത്തിൽ വെച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. വെടിവെച്ച് കൊല്ലണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കൂടല്ലൂർ കോളനിക്കവലയിലെ ഈ തോട്ടത്തിൽ പ്രതിഷേധ തോട്ടത്തിലാണ് ഇപ്പോൾ സുർജിത്ത് ഉള്ളത്. സുർജിത്ത്, കടുവ ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ ഈ നാട്ടുകാരുടെ മുന്നിൽ കൂടി കടുവയെ കൊണ്ടുപോകാൻ നടക്കില്ല എന്നുള്ളതാണോ നാട്ടുകാർ പറയുന്നത്? ഹാഷ്മി, ഞാനുള്ളത് ഇപ്പോൾ കൂടല്ലൂരിലാണ്. കൂടല്ലൂരിലെ ആ തോട്ടത്തിൽ, അതായത് കടുവയെ പിടികൂടിയത് 1:30 കടുവ കൂട്ടിലായത്. അതിനുശേഷം പ്രതിഷേധം ഉയർന്നു. അതായത് ഇതിന് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് പ്രതിഷേധം ഉയർന്നത്. അതേ തോട്ടത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിറകിലായി ഇവിടെ വഴിയിൽ തീ കൊളുത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു. അതിൻ്റെ തൊട്ട് അപ്പുറത്തായി, അതായത് ഈ പാതയിൽ തന്നെ തൊട്ടപ്പുറത്തായി ചർച്ചകൾ നടക്കുന്നുണ്ട്. സബ് കളക്ടർ എത്തിയിട്ടുണ്ട്. MLA IC ബാലകൃഷ്ണൻ ഇവിടെയുണ്ട്. DYSP അബ്ദുൾ ഷെരീഫ്, അതോടൊപ്പം തന്നെ DFO ഷജന കരീം, വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും അതോടൊപ്പം അഡ്മിനിസ്ട്രേഷൻ്റെയും തലപ്പത്തുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളും ഇവിടെയുണ്ട്. എന്തായാലും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളുണ്ട്. ചർച്ച വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ പ്രതിഷേധവും മുന്നോട്ട് പോകുന്നു. ഒരു തരത്തിൽ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് പ്രായോഗികമായ കുറേ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന വസ്തുത കൂടിയാണ്. പ്രത്യേകിച്ച് വനസംരക്ഷണ നിയമം അവിടെ ഒരുപാട് ഉള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ റേഞ്ചിന് സ്വാഭാവിക ചില പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ആൾ കൂടുമ്പോഴും തോന്നുകയാണ്. എന്തായാലും അവിടെ തോട്ടത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. എന്ന് പറഞ്ഞാൽ കടുവയെ കൊന്നിട്ടേ അവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കൂ എന്ന് നാട്ടുകാർ അങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ വാശി എന്ന് പറയാൻ കഴിയില്ല. കൂട്ടത്തിലൊരാളെ കൊന്ന കടുവയാണ്. കൂട്ടത്തിലൊരാളുടെ മരണം കണ്ടതാണ് ഈ കടുവ കാരണം. അപ്പോൾ സ്വാഭാവികമാണ് ആ വൈകാരിക പ്രതിഷേധം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കടുവയെ ജീവനോടെ കൂട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. സുർജിത്ത്, എങ്ങനെ പ്രശ്നം പരിഹരിക്കാനാണ് വനംവകുപ്പിൻ്റെ ആലോചന? നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് IC ബാലകൃഷ്ണൻ MLA നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സബ് കളക്ടർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കുടുംബത്തിന് കൂടുതൽ ധനസഹായം, അതായത് നിലവിൽ 10 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു കുടുംബത്തിന് ചുരുങ്ങിയത് 50 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയും ഉറപ്പാക്കണം കുടുംബത്തിലെ ഒരാൾക്ക് എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതേസമയം കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുകയാണ്. തുടക്കം മുതൽ, അതായത് ഈ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് രാത്രി മുതൽ തന്നെ ഈ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും. അവർ ഇപ്പോൾ തീ കൂട്ടിയും മറ്റും ഇത്തരത്തിൽ പ്രതിഷേധത്തിന്റെ മാർഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും 10 ദിവസമായിരിക്കുന്നു. നാട്ടുകാർ പറയുന്നത് പ്രാക്ടിക്കൽ ആക്കാൻ വനംവകുപ്പിന് മുന്നിലെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് സുർജിത്ത്? തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഈ 3 ഉപാധികളാണ്. അതായത് ഈ പ്രജീഷിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പ്രധാനപ്പെട്ടതായി ഉന്നയിച്ച ഉപാധികളിൽ ഒന്ന് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഉത്തരവ് ഇറങ്ങിയത് പോലും നമുക്കറിയാം. ആദ്യത്തെ ഉത്തരവ് കേജിങ് എന്നായിരുന്നു. അതായത് കൂട്ടിലടക്കപ്പെടുകയോ മയക്കുവെടി വെക്കുകയോ, ഡാർട്ടിങ് എന്നുള്ള 2 വിഷയങ്ങൾ മാത്രമാണ് ആദ്യത്തെ ഉത്തരവിൽ വെച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ജനപ്രതിനിധികളടക്കം മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മൃതദേഹം ഏറ്റുവാങ്ങിയില്ല. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ആ ഉത്തരവ് തിരുത്തുകയായിരുന്നു. പിന്നീട് അതിൽ ഷൂട്ടിംഗ് എന്നുകൂടി എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. അതായത് 3 വ്യവസ്ഥകളായിരുന്നു. ഒന്ന്, കൂട്ടിലാക്കുക, അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക, അല്ലെങ്കിൽ
വെടിവെച്ച് കൊല്ലുക എന്നുള്ള 3 വ്യവസ്ഥകളായിരുന്നു. അതിൽ ആദ്യത്തെ വ്യവസ്ഥയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതായത് കടുവ കൂട്ടിലായി ആകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുന്നതിലോ വെടിവെക്കുന്നതിലോ പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലാണ് വനംവകുപ്പ് നിലപാട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിൻ്റെ നിലപാട്. കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ നിന്നും തൃശ്ശൂരിലോ മറ്റോ മൃഗശാലയിലേക്ക് ഇതിനെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൻ്റെ മുഖത്ത് ഗുരുതരമായ രീതിയിലുള്ള പരിക്ക് ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എന്ത് തരത്തിലുള്ള നടപടി, എന്ത് തീരുമാനം വരും എന്നുള്ളത് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്നത്. സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വെടിവെച്ച് കൊല്ലൽ പ്രായോഗികമല്ല, അത് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ നിലപാട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇനി എന്ത് നടപടി എന്നുള്ളതാണ്. ഇത്ര സമയമായിരിക്കുന്നു, മണിക്കൂറുകളായി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് നാട്ടുകാരുണ്ട്, നടുവിലായി പോലീസുമുണ്ട്. ഇത്തരത്തിലൊരു സന്നാഹമാണ്. ഏതാണ്ട് എൻ്റെ അടുത്തുള്ള ഒരു 25 മീറ്റർ പാതയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് ചർച്ചകൾ നടക്കുന്നു, അതിനപ്പുറത്ത് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു, അതിനപ്പുറത്ത് പിന്നെ കാണുന്നത് ഈ കടുവയെ വഹിച്ചുകൊണ്ടുള്ള ഈ ട്രാക്ടർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ മുകളിൽ എന്ത് നടപടി, എന്ത് തീരുമാനം, ആ തീരുമാനമാണ് ഇവരും ഉറ്റുനോക്കുന്നത്. കടുവയെ ജീവനോടെ കൊണ്ടുപോകുമെന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ നിലപാട്. പക്ഷേ വെടിവെക്കാതെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് നാട്ടുകാരും ഒരുപോലെ നിലപാട് എടുത്തിരിക്കുകയാണ്. എന്തായാലും നടപടിക്ക് ഇനി ഈ ചർച്ചയെ തുടർന്നുണ്ടാകുന്ന എന്താണ് അതിന് മറുപടി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് ഈ പറയുന്ന പ്രതിഷേധം നടക്കുന്ന തോട്ടത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആ കടുവയെ കൊല്ലണം എന്നാവശ്യപ്പെടുകയാണ് നാട്ടുകാർ. അവർ അങ്ങനെ ആവശ്യപ്പെടുന്നതിന് അത്ഭുതമില്ല. കാര്യം കൂട്ടത്തിലൊരാളെ കൊന്ന കടുവയാണ്. ജീവസന്ധാരണത്തിനായി പുല്ലരിയാൻ പോയ ഒരു ചെറുപ്പക്കാരനെ കൊന്ന കടുവയാണ്. അതിനെ കൊല്ലണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് നാട്ടുകാർ. അവർ കുറച്ച് വൈകാരികമാവുന്നതിലും അവരെ കുറ്റം പറയാൻ കഴിയില്ല ഒരു കാരണവശാലും. അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതവിടെ ദിനേശ് ഹരിപ്പാട് പറയുന്നു. ഹാഷ്മി, ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡ് നിർമ്മാണത്തിന് ദേവസ്വം 19 ലക്ഷം രൂപ അനുവദിച്ചു. മാസങ്ങളായി ഇതുവരെ ഒരു പുരോഗതിയില്ല. തൈപ്പൂയ മഹോത്സവം അടുത്ത മാസമാണ്. ഭക്തർ വളരെ ബുദ്ധിമുട്ടിലാണ് എന്ന് ദിനേശ് പറയുന്നതിനെ ഞാൻ അധികാര സമക്ഷം മുന്നോട്ട് വെക്കുകയാണ്. അഷ്റഫ് കല്ലുങ്കൽ പറയുന്നു, ഭരണകൂടം പറയുന്ന കാര്യങ്ങൾ അപ്പടി അനുസരിക്കുക എന്നതല്ല ഗവർണറുടെ ഉദ്ദേശം. ഭരണകൂട നടപടികൾ നിരീക്ഷിക്കുക, നീതിയുക്തമായ കാര്യങ്ങൾക്ക് അനുമതി നൽകുക എന്നതാണ്. അഷ്റഫ് കല്ലുങ്കൽ, അങ്ങനെയല്ല. എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള ഓഫീസല്ല ഗവർണറുടെ ഓഫീസ്. അത് നമ്മുടെ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് എന്നുള്ള കാര്യം അത് ഭരണഘടനയിൽ പറയുന്നതാണ്. മാത്രമല്ല, ഒരു ഡസനിലധികം വിധികളോട് സുപ്രീം കോടതി ആവർത്തിച്ചുറപ്പിച്ച സെറ്റിൽഡ് പൊസിഷനാണ്. അതിൽ വലിയ മാറ്റമില്ല. അഷ്റഫ് പറയുന്നത് പോലെയുള്ള അധികാരങ്ങൾ ഗവർണറുടെ ഓഫീസിന് തൽക്കാലമില്ല. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.